ഹലോ, ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ശബരിമലയുടെ വിശേഷങ്ങളാണ് കേട്ടോ. ഞാനിതിൽ മെയിനായിട്ടും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഉണ്ണിമോളെ തന്നെയാണ്. എൻ്റെ ഉണ്ണിമോൾ ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോയിട്ടുള്ള വിശേഷങ്ങൾ മാത്രം ഞാനതൊരു ഒരൊറ്റ വീഡിയോ ആക്കണം എന്ന് വിചാരിച്ചിട്ട് ആ സ്റ്റാർട്ടിങ് തൊട്ടേ ഒത്തിരി എന്താ പറയുക, നമ്മളൊരു 40 ദിവസത്തെ വെയിറ്റിംഗ് ആണെന്ന് തന്നെ പറയാം ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. ഇവൾക്ക് ആദ്യമായിട്ട് നമ്മൾ ഒരു 10-15 ദിവസം നോമ്പെടുത്തതിന് ശേഷമാണ് പോയിട്ട് മാലയിട്ടത്. നമ്മുടെ ആനാപ്പുഴ അമ്പലത്തിൽ തന്നെയാണ് മാലയിട്ടത്. അപ്പൊ അയ്യപ്പസ്വാമിയുടെ നടയിൽ നിന്നിട്ട് മാലയിടുന്നതാണ് ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പൊ അതിനുശേഷം നമ്മുടെ വീട്ടിൽ വെച്ച് കെട്ട് നിറച്ചതും അവള് മലയ്ക്ക് പോയിട്ട് അവിടെ വെച്ചിട്ട് കണ്ണനെടുത്ത കുറച്ച് വീഡിയോസും എല്ലാം കൂടി ചേർത്തിട്ട് ഞാൻ എങ്ങനെയാണ് ശബരിമലയ്ക്ക് പോയതെന്നും എന്തൊക്കെയാണ് അന്ന് എല്ലാം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം 2 ദിവസമാണ് അവർ മലയ്ക്ക് പോയത്. കെട്ടുതറയുടെ ദിവസം ഒരു ദിവസം ഫുൾ ഉണ്ടായിരുന്നു. അതായത് 3 ദിവസത്തെ അത്രയും മണിക്കൂറൊന്നും നമുക്കൊരു വീഡിയോ ആക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതില് നമുക്ക് ഓർത്തിരിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്ന കുറെ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വീഡിയോ ആക്കി വെച്ചേക്കാം. അവൾക്ക് എന്തെങ്കിലും വലുതാവുമ്പോ ഇനിയിപ്പോ എന്തായാലും ചിലപ്പോൾ അടുത്ത വർഷമോ പിന്നത്തെ വർഷമോ പോകാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ അവൾക്ക് 8 വയസ്സായിട്ടുള്ളൂ. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഓർമ്മകളൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മൾ വലുതായി കഴിയുന്ന സമയത്ത് നമുക്ക് പിന്നെ ഇനി എനിക്ക് വയസ്സായിട്ടേ ശബരിമലയ്ക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് ഓർക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് അന്ന് പോയത് എന്നൊക്കെ ഒന്ന് കാണണമെങ്കിൽ ഈ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ നമുക്കത് ഉപകരിക്കപ്പെടുമല്ലോ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പത്തിലേ പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് എവിടേക്കോ എന്തൊക്കെയോ ഓർമ്മകൾ എന്നല്ലാതെ ഞാൻ അന്ന് പോയിട്ടൊരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല അവിടെ നിന്നിട്ട്. അപ്പം എന്തൊക്കെയോ ഓർമ്മകൾ ഉണ്ടെന്നല്ലാതെ ഒന്നും വ്യക്തമായിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവില്ല. നമ്മുടെ ആ ഒരു പ്രായവും അത് തന്നെയാണ്. ഇനിയും നമുക്ക് വലുതായി കഴിയുമ്പോൾ ഇതൊക്കെ നമ്മൾ പതിയെ മറന്നുപോകും. നമ്മൾ വലുതായ ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ വരെ നമ്മൾ മറന്നുപോകും. അപ്പൊ പിന്നെ എന്തായാലും ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുള്ള ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ഓർമ്മയിലൊന്നും നമ്മൾ പോയിട്ടുണ്ട് എന്നല്ലാതെ അതിലെന്തൊക്കെ സംഭവിച്ചു എങ്ങനെയൊക്കെ ആയിരുന്നു അതൊന്നും ഓർമ്മയുണ്ടാവില്ല. അപ്പൊ ഞാനിതൊക്കെ ഒന്ന് ഓർക്കാനും അവൾക്ക് അന്നത്തെ ആ ഒരു മെമ്മറീസ് ഒക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ വീട്ടിൽ വെച്ച് കെട്ട് നിറയ്ക്കുന്ന ആ ദിവസമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പരിപാടിയായിരുന്നു, അധികാരം ഉണ്ടായിരുന്നൊന്നുമില്ല. ശാന്തി വന്ന് പൂജയും കർമ്മങ്ങളും എല്ലാം ചെയ്ത് ആദ്യം തന്നെ എൻ്റെ ഉണ്ണിമോളാണ് കെട്ട് നിറച്ചത്. അതിനുശേഷം അമ്മയും പിന്നെ കണ്ണനും കെട്ട് നിറച്ചു. അപ്പം ഇതുപോലെ അയ്യപ്പസ്വാമിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പിന്നെ ഇതിന് ശേഷം നടന്ന കുറേ കാര്യങ്ങളിൽ ഞാൻ ലൈവ് സൗണ്ട് തന്നെ കൊടുക്കാം കേട്ടോ. കാരണം ശരിക്കും ആ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ ആ ഒരു ശരണം വിളി കാര്യങ്ങളും എല്ലാം തന്നെ വേണ്ടേ. അതുണ്ടെങ്കിലാണല്ലോ നമ്മൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഓർമ്മ കിട്ടുന്നത്. അപ്പം ആ ഒരു പൂജയുടെയൊക്കെ സമയത്ത് തന്നെ അവള് കെട്ടി നിറക്കുന്നതിന് മുന്നായിട്ട് എല്ലാവർക്കും ദക്ഷിണ കൊടുക്കാം കേട്ടോ. മൂത്ത ആളുകൾക്കൊക്കെ ദക്ഷിണ കൊടുക്കും. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ പ്രാർത്ഥിച്ച് അവിടെ പോയി ഇരുന്ന് കെട്ടി നിറക്കാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ തേങ്ങയിൽ നെയ്യ് നിറയ്ക്കും. അതിനുശേഷമാണ് കെട്ടിൽ ഓരോരോ സാധനങ്ങളായിട്ട് വെക്കുന്നത്. അപ്പം അതൊക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ 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 സ്വാമിയേ
സ്വാമിയേ സ്വാമിയേ സ്വാമിയേ അയ്യപ്പ 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 ശരണമയ്യപ്പോ 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 അയ്യപ്പോ ശരണമയ്യപ്പോ അയ്യപ്പോ 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 സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ ശരണമയ്യപ്പോ 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 ഉണ്ണി ഉണ്ണി മലക്കുവായ ഹാപ്പി ആയാ ഉണ്ണി നല്ല മിടുക്കിയായിട്ട് നിറച്ചട്ടാ നല്ല മോളാണ് ട്ടാ. കെട്ട് നിറച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ അവർ ശബരിമലയ്ക്ക് പോയത്. ഇതിപ്പോൾ 19-ാം തീയതി അവർ കെട്ട് നിറച്ചിട്ട് 20-ാം തീയതി അല്ല 18-ാം തീയതി കെട്ട് നിറച്ചിട്ട് 20-ാം തീയതി രാവിലെയാണ് പോയത്, നവംബർ 20-ാം തീയതി. അപ്പോൾ അന്ന് വെളുപ്പിന് 3 മണിക്ക് കെട്ട് തലയിലേക്ക് കെട്ടി കൊടുക്കുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ അതിന് ശേഷം അവർ അപ്പം തന്നെ തേങ്ങയൊക്കെ അടിച്ച് നേരെ ഇവിടെ നിന്ന് വിട്ടു. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരണമയ്യപ്പോ അതിനുശേഷം അവർ പോകുന്ന വഴിക്ക് എനിക്ക് എടുത്തു തന്ന വീഡിയോസൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തേക്കാം കേട്ടോ. ഇത് ഓരോരോ അമ്പലങ്ങളിലാണ്. മള്ളിയൂരാണ് ആദ്യം പോയതല്ല, ഇതിപ്പോൾ എനിക്ക് ഈ അയച്ചു തന്നിരിക്കുന്ന വീഡിയോ ഒരു മള്ളിയൂരാണ്. അപ്പോൾ അതിനുശേഷം പിന്നെ അവർ പമ്പയിൽ കുളിക്കുന്നതും അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ അവരവിടെ നയിച്ചു തന്നതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം അതിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. വേറെ പ്രത്യേകിച്ച് എനിക്ക് ഇതിൻ്റെ അകത്തൊന്നും പറയാനില്ല. അപ്പോൾ അതെല്ലാം ഒരു നല്ല നല്ല ഓർമ്മകളായിട്ട് എന്നും അവൾക്ക് കാണാൻ പറ്റട്ടെ. എന്തായാലും എല്ലാവർക്കും ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള യാത്രകൾ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ശബരിമലയും പഴനിയും ഒക്കെ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതിൽ പോയിട്ട് അവളെന്തായാലും ഒരുപാട് സന്തോഷത്തോടെ തന്നെ ആ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്ത് വന്നു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പം ഞാൻ വീട്ടിൽ വെച്ചിട്ട് വീഡിയോ കോൾ ചെയ്ത സമയത്താണ് ഇവർ ശബരിമല കയറി 18-ാം പടിയൊക്കെ കയറി അവിടെ റെസ്റ്റ് ചെയ്യണ സമയത്താണ് എന്നെ വിളിച്ചത്. അപ്പോൾ നമ്മൾ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നിച്ചുവിനെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഉണ്ണിമോള്. അവൾ നല്ല ഹാപ്പി ആയിരുന്നു. ഞാൻ വിചാരിച്ചു അവൾ കുറച്ച് പ്രശ്നമാക്കുമോ അല്ലെങ്കിൽ വിഷമിക്കുമോ, അങ്ങനെ എനിക്കറിയില്ല എന്തായിരിക്കും. മല കയറുന്ന ഒരു ഇതല്ലേ, അത്രയും കയറി ചെല്ലണ്ടേ. പക്ഷെ എല്ലാം ഭംഗിയായിട്ട് തന്നെ സാധിച്ചു. അപ്പോൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് മല കയറി പോകുന്നതിൻ്റെ കുറച്ച് സീനുകളൊക്കെയാണ് കേട്ടോ. അപ്പം അതൊക്കെ കൂടി ഞാനിങ്ങനെ അങ്ങോട്ട് ഈ വീഡിയോ കൂടി വെച്ചു എന്നുള്ളൂ. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമായി. അവൾക്കും അതൊരു നല്ലൊരു എക്സ്പീരിയൻസായി. അപ്പം എല്ലാം ഭംഗിയായിട്ട് തന്നെ നടന്നു. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും ബൈ ബൈ.